വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? ജീവൻ നിലനിൽക്കുന്നതിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്ന ഒന്നാണ് നമ്മളുടെ ഭൂമി. മനുഷ്യനുൾപ്പെടുന്ന സകല ജീവജാലങ്ങൾക്കും നിലനിൽക്കുന്നതിനാവശ്യമായ താപനിലയാണ് ഭൂമിയിലുള്ളത്. എന്തുകൊണ്ടാണ് ഭൂമി ഇത്രയും സവിശേഷമായ ഒന്നായി മാറിയത്? അതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അഥവാ ഹരിതഗൃഹ പ്രഭാവം. ഗ്രീൻ ഹൗസ് എന്നത് ഗ്ലാസ് ചുവരുകൾ കൊണ്ടും ഗ്ലാസ് മേൽക്കൂര കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ കൃഷിയും മറ്റു സസ്യങ്ങളും വളർത്തുവാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സൂര്യപ്രകാശം ഗ്ലാസ്സിലൂടെ കടന്ന് ഗ്രീൻ ഹൗസിനുള്ളിലേക്ക് എത്തുന്നു. ഈ സൂര്യപ്രകാശം ഈ ഗ്രീൻ ഹൗസിനുള്ളിലുള്ള അറ്റ്മോസ്ഫിയറിനെ ചൂട് പിടിപ്പിക്കുന്നു. അതിനുള്ളിലെ സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ചൂട് കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എത്തുന്ന സൂര്യപ്രകാശം ഇതിനുള്ളിലെ വസ്തുക്കളിൽ തട്ടി അതിലൊരു ഭാഗം അവിടെ അബ്സോർബ് ചെയ്യുകയും മറ്റൊരു ഭാഗം റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. തന്മൂലം ഈ റിഫ്ലക്റ്റ് ചെയ്ത റേസും സൂര്യനിൽ നിന്നെത്തുന്ന റേസും കൂടെ ചേർന്ന് നമ്മളുടെ ഗ്രീൻ ഹൗസിനുള്ളിലുള്ള ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. ഗ്ലാസിൻ്റെ പ്രത്യേകത കാരണം ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന സൂര്യരശ്മികളെ അല്ലെങ്കിൽ തെർമൽ റേഡിയേഷൻസിന് പുറത്തേക്ക് അത് പിന്നെ കടത്തിവിടില്ല. അത് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്ത് ഇതിനുള്ളിൽ തന്നെ ട്രാപ്പ് ചെയ്യപ്പെടുന്നു. അങ്ങനെ വീണ്ടും ഈ ഗ്രീൻ ഹൗസിനുള്ളിലുള്ള ടെമ്പറേച്ചർ ഉയരുകയും സസ്യങ്ങൾക്ക് വളരുവാൻ ആവശ്യമായ താപനില അതിനുള്ളിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സൂര്യപ്രകാശത്തെ ഉള്ളിലേക്ക് കടത്തുകയും പുറത്തേക്ക് വിടാതിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഭൂമിയിലെ ജീവൻ ആവശ്യമായ താപനില നിലനിർത്തുന്നതും ഇതേ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആണ്. എന്നാൽ ഭൂമി ഒരു ഗ്ലാസ് ചുവരുകൾക്കുള്ളിലല്ല നിലനിൽക്കുന്നത്. ഗ്ലാസിന് പകരം ഭൂമിക്കുള്ളത് വാതകങ്ങൾ കൊണ്ടുള്ള ഒരു പുതപ്പാണ്. അതിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. സൂര്യരശ്മികൾ അറ്റ്മോസ്ഫിയറിനുള്ളിലൂടെ കടന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. ഇങ്ങനെ എത്തുമ്പോൾ ഈ അറ്റ്മോസ്ഫിയർ അതിനുള്ളിൽ നിന്നും നമുക്ക് ഹാനികരമായിട്ടുള്ള അൾട്രാവയലറ്റ് പോലെയുള്ള രശ്മികളെ ഫിൽട്ടർ ചെയ്ത് കളയുന്നു. ബാക്കി വരുന്ന ഈ താപോർജ്ജം ഭൂമിയിലെത്തി ഭൂമിയുടെ അന്തരീക്ഷത്തെയും ഭൂമിയെയും ചൂട് പിടിപ്പിക്കുകയും അതിലൊരു ഭാഗം അബ്സോർബ് ചെയ്യുകയും മറ്റൊരു ഭാഗം പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന താപോർജ്ജത്തെ അറ്റ്മോസ്ഫിയറിനുള്ളിൽ തന്നെ തടഞ്ഞു നിർത്തുവാൻ ചില പ്രത്യേക വാതകങ്ങൾ കൊണ്ടുള്ള ഒരു പ്രതലം ഈ അറ്റ്മോസ്ഫിയറിനുള്ളിലുണ്ട്. ഇതിനെ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നു. ഉദാഹരണം വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ, നൈട്രസ് ഓക്സൈഡ് എക്സെട്ര. ഇതുപോലെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒരു പ്രത്യേക പ്രതലമായി വർത്തിച്ചുകൊണ്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന താപോർജ്ജത്തെ വീണ്ടും ട്രാപ്പ് ചെയ്ത് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിനുള്ളിൽ തന്നെ നിലനിർത്തുകയും നമുക്ക് ആവശ്യമായ താപനില അറ്റ്മോസ്ഫിയറിനുള്ളിൽ നിലനിർത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഭൂമിയിൽ ജീവൻ സാധ്യമാകുന്നത്. എന്നാൽ ഭൂമിയിൽ ജീവന് ആവശ്യമായ കൃത്യമായ താപനില നിലനിർത്തുന്നതിന് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ സന്തുലിതാവസ്ഥ അനിവാര്യമാണ്. എന്നാൽ വ്യവസായവൽക്കരണം, വാഹനങ്ങളുടെയും യന്ത്രങ്ങളുടെയും അമിത ഉപയോഗം, ഫോസിൽ ഫ്യൂവലുകളുടെ അനിയന്ത്രിതമായ ഉപയോഗം എന്നിങ്ങനെയുള്ള മാനുഷിക ഇടപെടലുകളും അതോടൊപ്പം തന്നെ മറ്റ് പ്രകൃതിദത്തമായ പല കാരണങ്ങൾ കൊണ്ടും അന്തരീക്ഷത്തിലെ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ അളവ് വർദ്ധിക്കുകയും തന്മൂലം അന്തരീക്ഷ താപനില പരിധിയിലധികം ഉയരുകയും ഈ ഭൂമിയിലെ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയായി മാറുകയും ചെയ്യുന്നു.